കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നീ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഈ സോങ് കണ്ടിട്ട് അവരോട് കളിക്കണേ. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ സോങ്ങും ഇടയിൽ വരുമ്പോഴേ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമെന്നൊരു ഭയം എനിക്ക്. അപ്പോൾ അതാണ് ഞാൻ സോങ് ആഡ് ചെയ്യാറുണ്ട്. ഇത് അവർ നജാസ് ഡേ കെയറാണ്, ചെമ്പുകാവ്. അത് ടീച്ചേഴ്സാണ് കേട്ടോ. ആ നടുക്കിൽ തട്ടായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഓണർ. അടിപൊളിയാണ് കേട്ടോ ഇവരുടെ ഓരോ മറ്റേ എന്താ പറയുക ഓരോ കാര്യങ്ങളും. പിള്ളേരെ നോക്കാനായാലും മറ്റേ എന്താ പറയുക എല്ലാത്തിനും ഇവർക്ക്. ഇപ്പോൾ ഈ ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ഇതാണ് എന്ന് വെച്ചാൽ ഡേ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളുകൾ ആനുവൽ ഡേ നടത്തുമ്പോൾ വലിയൊരു ആഘോഷവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, ആ ഒരു റേഞ്ചിലാണ് ഇവരുടെ ഡേ കെയറിൻ്റെ ആഘോഷവും കാര്യങ്ങളും ഒക്കെ അവർ നടത്തണത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർ പേരൻ്റ് ആയാലും എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരൻസും ഇതിൽ പങ്കെടുക്കുക, ഡാൻസ് കളിക്കുക, അവരുടെ പരിപാടികൾ, കൊച്ചുകുട്ടികളെ അവരെന്നൊക്കെ അവർ പഠിപ്പിച്ച് അവരെന്നെ ഒരു സെറ്റാക്കി. എല്ലാവർക്കും അറിയാമല്ലോ, ഇത്രയും പോകുന്നൊരു കുഞ്ഞി പിള്ളേരനൊക്കെ ഡാൻസ് കളിപ്പിച്ചൊന്ന് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. പക്ഷെ അവരെ കൊണ്ട് കഴിയാവുന്ന വിധം അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതെൻ്റെ കൊച്ചാണ്, അവർക്ക് കഴിയാവുന്ന വിധം അവർ ഈ പറഞ്ഞ പോലെ റെസ്റ്റ് ഇല്ലാണ്ട് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇവരുടെ ഈ ഡേ കെയറിൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ടീച്ചർമാരാണ് കേട്ടോ, അവിടുത്തെ കുട്ടികളെ നോക്കണ ആൾക്കാരാണ്, മറ്റേ സ്റ്റാഫുകൾ, ടീച്ചർമാർ തന്നെ. അവർ ഈ പറഞ്ഞ അവരുടെ ഡാൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവരെ കൊണ്ട് കഴിയാവുന്ന വിധം അവർ ഡാൻസ് കളിക്കാനായിട്ട് അടിപൊളിയായിട്ട് അവരുടെ മറ്റേ കോസ്റ്റ്യൂംസായാലും എല്ലാതും അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാച്ചിന് എല്ലാവരും നല്ല സുന്ദരികളായിട്ട്, അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അടിപൊളിയായിട്ടാണ് അവർ ഡാൻസും. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇവർ ആരും സ്റ്റേജിൽ കയറി പരിചയമുള്ള വ്യക്തികളല്ല. ഈ ഒരു ഇതിൽ വന്നതിന് ശേഷമാണ് അവർ എത്തിരിച്ചായാലും ഇങ്ങനെ സ്റ്റേജിൽ കയറി ഓരോന്ന് കളിച്ച് ഡാൻസ് കളിച്ചൊക്കെ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ അവർക്ക് പ്രാക്ടീസ് ആയ പോലെ ഇങ്ങനെ പേടിയില്ലാണ്ട് കളിക്കാനും അതിനൊക്കെ ആയിട്ട്. അതിന് അവരുടെ ഓണർ സോഫി ചേച്ചി, ആ ചേച്ചീനെ തന്നെയാണ് നമുക്ക് പറയേണ്ടത് കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ ഇങ്ങനെ കളിപ്പിക്കുക. എന്ന് വെച്ചാൽ പേരൻസ് കളിക്കുമ്പോൾ ടീച്ചേഴ്സും കളിക്കണം എന്നുള്ളൊരു ഇത് എന്നാലല്ല എല്ലാം കൂടിയും ഒരു എന്താ പറയുക സെറ്റാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവരും കൂടി കളിച്ച് അടിപൊളിയായിട്ട് കേട്ടോ. ഒന്ന് നോക്കി നോക്കിയാൽ അടിപൊളിയായിട്ട് ഒരു കളിക്കണത്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇവരുടെ ഡേ കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ അങ്ങനെയൊക്കെ വരില്ലേ, അപ്പോൾ ഒരു മാസം പാടെ തുടങ്ങും ഇവരുടെ ഓരോ കാര്യങ്ങൾ, പർച്ചേസിങ്ങും. ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ അവരുടെ ഡേ കെയറൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണെന്ന് പറയും. പുറത്തൊക്കെ ഞാനിപ്പോൾ ഇവരെന്നെ പൊക്കി പറയണത് വേറെ ഒന്നും അല്ല കേട്ടോ, പൊക്കി പറയണതല്ല എന്ന് വെച്ചാൽ ഞാനൊരു പാരൻ്റാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം, നമുക്ക് അതിശയം തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ഗസ്റ്റാണ് വന്നിരിക്കുന്നത്. നെവിനാണ്, ബിഗ് ബോസ് സീസൺ 7 നെവിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെവിനെ കാണാൻ ആകാംക്ഷയോടെ ആൾക്കാരോട് നിൽക്കണതാണ്. കസേരകൾ ഒഴിഞ്ഞു കിടക്കണം നോക്കണ്ട, എല്ലാവരും നെവിനെ നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതേ നെവിൻ വന്ന് കയറിയിട്ടുണ്ട്. നെവിൻ കയറി വശം അവൻ്റെ പഴയ സ്വഭാവം തന്നെ. എന്താണെന്ന് വെച്ചാൽ ഇവന് മുന്നേ ഇവിടെ അറിയാം, അവന് ക്രാഫ്റ്റിൻ്റെ വർക്കിനും ആർട്ടിൻ്റെ എന്തിനും വന്നിട്ട് വന്നിട്ടുണ്ട് ആള്. അവിടെ ബാക്കിൽ ഒളിച്ചിട്ട് കാര്യമൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. മീഡിയാസ് അങ്ങോട്ടേക്ക് ഹസ്ബൻഡിനെ കൂടിയിട്ട് ഫേമസ് ആയി കൊടുത്തേക്കണം. വേറൊന്നുമല്ല, ഇല്ലാത്തൊരു സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെല്ലാവരെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും ഇങ്ങനെ പരിചയം. അപ്പോൾ അതിൻ്റെ വലിയതാണ് നമ്മുടെ ചേച്ചി. മഹിളാണ് ചേച്ചിയുടെ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ടറിൽ എന്തെല്ലാം മാറ്റങ്ങൾ. ഇപ്പോൾ എന്തൊരു പെൻസിലോ ഒരു കുട്ടികൾക്കൊരു ടോയോ എന്ത് വാങ്ങണമെങ്കിലും അവർ ഇമാജിൻ ചെയ്ത് നോക്കണം, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കണമെന്നില്ല. ഈ ഡേ കെയർ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മൈൻഡുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു ഡേ കെയറിലേക്ക് ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരിക, അതൊക്കെ ഒരു വലിയൊരു കഴിവ് തന്നെയാണ്. പിന്നെ എന്താ പറയുക,
ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുക, ഇവർ ക്രാഫ്റ്റിൻ്റെ ഒരു എക്സിബിഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്നിട്ട് അത് കാണാനായിട്ട് പറ്റും. അങ്ങനെ വലിയൊരു ഇതാണ് കേട്ടോ അവർ. അപ്പോൾ ഇങ്ങനെ അവരെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ ഞാനും നുഴഞ്ഞ് കയറി ഞാനൊരു ഫോട്ടോ എടുത്തു കേട്ടോ. അടിപൊളി കേട്ടോ. അപ്പം കടത്തിവിടയിൽ കാണാം.